ഹലോ നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ പായസമാണ്. പംകിൻ സീഡ് പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പംകിൻ സീഡ് 100 ഗ്രാം, കാഷ്യൂനട്ട് 20 എണ്ണം, ബദാം 20 എണ്ണം. ഇത് മൂന്നും ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. 3-4 മണിക്കൂറിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. പംകിൻ സീഡും ബദാമും നട്ട്സും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ഇല്ലെങ്കിലും നല്ല കട്ടിയുള്ള ഒരു പാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. കുറഞ്ഞ തീയിലിരുന്നാൽ മതി, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഈ നെയ്യിലേക്ക് അരച്ചു വച്ചേക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ദീപാവലി സ്പെഷ്യൽ പായസമൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, സ്വീറ്റ്സുമൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറിയതിന് ശേഷം ജാറ് കഴുകിയ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല, പാല് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് അരച്ച് കഴിഞ്ഞുള്ള ആ ജാറ് കഴുകിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. പംകിൻ സീഡ് അരച്ചതും നട്ട്സും ബദാം അരച്ചതും. ഫ്ലെയിം ഒരുപാട് ലോയിൽ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് പാലൊഴിച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ലൂസായി കിട്ടും. ഇനി ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഒരുപാട് കൂട്ടണ്ട, അത്യാവശ്യം മീഡിയം. നന്നായിട്ടൊന്ന് ഇളക്കി ലൂസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ചൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അടിയിൽ പിടിക്കരുത്. പേസ്റ്റ് ആയത് കാരണമേ ഇതിന് നന്നായിട്ടൊന്ന് കുറുകി വരണം. പായസം തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കുക. തിളച്ച് പോകരുത്. ചെറിയ തീയിൽ അങ്ങനെ കിടന്ന് വറ്റണം. പായസം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുറുകാനുണ്ട്. അപ്പോൾ ആ ചെറിയ തീയിൽ തന്നെ കിടക്കണം. അപ്പം നമ്മുടെ പംകിൻ സീഡ് പായസം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി കിട്ടും.
ഇനി എവിടെ ഇരുന്ന് തണുക്കട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം അത്യാവശ്യം കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ ഇച്ചിരി കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിസ്ത, ഉണക്കമുന്തിരി, പംകിൻ സീഡ് എന്നിവയിട്ട് ഗാർണിഷ് ചെയ്യുക. പംകിൻ സീഡ് പായസം റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ബൈ. താങ്ക് യു.